പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അംബികാസുധൻ മങ്ങാടിൻ്റെ ഒരു കഥയാണ്. ഒരു തെയ്യം കഥയാണ്. കഥയുടെ പേര് മുച്ചിലോട്ടമ്മ എന്നാണ്. മുച്ചിലോട്ട് ഭഗവതിയെക്കുറിച്ചുള്ള ഒരു കഥയാണ്. പുരുഷാധിപത്യത്തിൻ്റെ ഇരയായി മാറിയ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് മുച്ചിലോട്ടമ്മയായി അവതരിച്ചത് എന്നാണ് കഥ. അപ്പോൾ എല്ലാവരും കൂടി ഒതുക്കിക്കളഞ്ഞ ഒരു വിദുഷിയുടെ കഥയാണ് മുച്ചിലോട്ടമ്മയുടെ കഥ. അപ്പോൾ മുച്ചിലോട്ടമ്മയെ കുലദൈവമായി ദേവതയായി മുച്ചിലോട്ടമ്മയ്ക്ക് വേണ്ടി എപ്പോഴും മുച്ചിലോട്ടമ്മയുടെ വേഷം കെട്ടുന്ന ആൾക്ക് സഹായിയായി നിന്നിട്ടുള്ള ഒരു അന്തിതിര്യൻ്റെ കുടുംബകഥ കൂടിയായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ തെയ്യം കഥയിലേക്ക് കിടക്കാം. മുച്ചിലോട്ടമ്മ. മുച്ചിലോട്ട് ഭഗവതി ഞങ്ങളുടെ അമ്മയാണ്, കരുണാമൂർത്തിയായ കുലദേവത. ഇത്രയും വലിയ ജനക്കൂട്ടം മുച്ചിലോട്ടമ്മയുടെ പെരുങ്കളിയാട്ടത്തിനെ വന്നു നിറയും. മുച്ചിലോടും പരിസരവും മൈതാനവും ആൾത്തിരക്ക് കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. മുച്ചിലോട്ടയ്ക്കുള്ള വഴികളും ആൾക്കാരെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും കവിഞ്ഞു. എമ്പാടും ഉയർന്ന വിൽപ്പന ചന്തകൾ ബഹളങ്ങളിൽ മൂടി. എല്ലാത്തിനും മീതെ ചെമ്മണ്ണിൻ്റെ പൊടിപടലത്തിൽ നിർദ്ദേശങ്ങളും അറിയിപ്പുകളുമായി ഉച്ചഭാഷിണിയുടെ പൂരം. മുച്ചിലോട്ടമ്മയുടെ തിരുമംഗല്യ ദിവസമാണ്. പള്ളിയറമുറ്റത്ത് പതുക്കെ ചെണ്ടവാദ്യങ്ങൾ ഉയരുന്നു. അണിയറയിൽ ഭഗവതിയുടെ തെയ്യക്കോലം ഒരുങ്ങിത്തീരുന്നതിൻ്റെ സൂചനയാണ്. മുച്ചിലോട്ടമ്മയെ കണ്ണിറയെ കാണുവാൻ കാണികൾ ആകാംക്ഷാഭരിതരായി കാത്തുനിന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രമുള്ള സൗഭാഗ്യം. ദേശക്കാരുടെ ഉള്ളു നിറയെ മുച്ചിലോട്ടമ്മയെക്കുറിച്ചുള്ള അപദാനങ്ങളാണ്. പെരിഞ്ചല്ലൂരിൽ നിന്നും പുരുഷന്മാർ അപമാനിച്ചിറക്കിയ ഭൂസുര കന്യക അപമാനം സഹിക്കവയ്യാതെ തീക്കുഴിയിൽ ചാടി സ്വയം വെന്തെരിഞ്ഞ് ഭഗവതിയായി. സാക്ഷാൽ കൈലാസനാഥൻ്റെ അരുമയായി. ഭൂമിയിലെ ദുരിതങ്ങൾ തീർക്കാൻ രുദ്രമൂർത്തി അവൾക്ക് ദീപശക്കോലും പൊള്ളക്കണ്ണും മുള്ളെകിറും നൽകി. 18 മുച്ചിലോടുകൾ ഭഗവതിയെ സ്വീകരിച്ച് കുടിയിരുത്തി. പാതിരാ നേരത്ത് ഞങ്ങളുടെ ദേശത്തിലൂടെ കരിവെള്ളൂരമ്പലം വരെ മുച്ചിലോട്ടമ്മയുടെ സഞ്ചാരമുണ്ട്. ദീപശക്കോലിൻ്റെ പൊന്നു വെളിച്ചം കണ്ട് ഭയന്ന് ഓടിയവരുണ്ട്. വിധാനത്തറയുടെ ശീൽക്കാരമോ ചിലമ്പിൻ്റെ ദ്രുതതാളമോ കേട്ട് വഴിമാറി മറഞ്ഞു നിന്ന് കണ്ണടച്ച് ഇരുട്ടാക്കിയവരുണ്ട്. സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നവർ മുച്ചിലോട്ടമ്മയുടെ വഴിയിൽ പെടാതെ സൂക്ഷിച്ചു. പക്ഷേ മുച്ചിലോട്ടു ദേവത ആരെയും ഉപദ്രവിച്ചില്ല എന്നല്ല, ഉള്ളുരുകി വിളിച്ചപ്പോഴൊക്കെ അദൃശ്യയായി വന്ന് പ്രസാദിച്ചു. വാദ്യമേളങ്ങളുടെ സ്ഥായി പൊടുന്നനെ ഉയർന്നു. കതിനാവെടികൾ ദിക്കുകളെ വിറപ്പിച്ചു. കൈവിളക്കിൻ്റെ അകമ്പടിയോടെ കന്നിമൂലയിലെ കുച്ചിലിൽ നിന്നും മുച്ചിലോട്ടമ്മയുടെ തെയ്യക്കോലം എഴുന്നള്ളുകയാണ്. ഏതോ അദൃശ്യമായ കൈപ്പിടിത്തത്താൽ എന്ന പോലെ ജനസഹസ്രങ്ങൾ മുഴുവൻ ഒന്നിളകി നിന്നു. ചുവന്ന പട്ടുകൊണ്ട് മുഖം മൂടി വന്ന തെയ്യക്കാരൻ പള്ളിയറയെ 3 വലം വെച്ച് പീഠങ്കല്ലിൽ വടക്കിരുന്നു. തോറ്റങ്ങളുടെ അകമ്പടിയോടെ ചമയങ്ങളായി കടും ചുവപ്പ് വർണ്ണത്തിലുള്ള അരയുടയാടകൾ, ഓലക്കാതും കഴുത്തിൽ കെട്ടും ചെണ്ടടത്താങ്ങിയും കൈകാലുകളിൽ മിന്നുന്ന ആഭരണങ്ങൾ, കഴുത്തിലണിയാൻ മംഗല്യത്തിനു വേണ്ടി പുതുതായി വാർപ്പിച്ച പൊന്നിൻ പണ്ടങ്ങൾ, തലപ്പാളിയുടെ മീതെ തലപ്പൂവും തെച്ചിപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച തിരുമുടിയും. ചമയങ്ങളും തോറ്റങ്ങളും തീർന്നപ്പോൾ തെയ്യക്കാരൻ മുകുരദർശനം നടത്തി. കോമരവും കർമ്മികളും കാരണവന്മാരും വെളിച്ചപ്പാടുകളും അരി വാങ്ങി. വാദ്യഘോഷങ്ങളുടെ ഉച്ചാവസ്ഥയിൽ തെയ്യം ഉറഞ്ഞെണീറ്റ് വർണ്ണശബളമായി തിരുമുടി ഭൂമിയോട് നിരപ്പോളം താഴ്ത്തി. തിരുമുടിയിലേക്ക് ഭക്തജനങ്ങൾ അരി ചാർത്തി. തെയ്യം അത് ഏറ്റുവാങ്ങി. തെയ്യം മുച്ചിലോട്ട് ഭഗവതിയായി. മുച്ചിലോട്ട് ഭഗവതി ഉറഞ്ഞെണീറ്റു. ദീപശക്കോലും പള്ളിവാളും അറയിൽ നിന്നും ഏറ്റുവാങ്ങി. പള്ളിയറ വലം വെച്ച് തിങ്ങിക്കൂടിയ ഭക്തജനങ്ങളെ കൺകുളിരെ കണ്ടു. കണ്ണുകൾ എത്താവുന്നിടത്തോളം തൻ്റെ മനുഷ്യങ്ങളാണ്. എന്നിട്ടും തൃപ്തി വരാത്തതുപോലെ മുച്ചിലോട്ടമ്മ പള്ളിയറ മുമ്പിലേക്ക് ഉറഞ്ഞു വന്നു. ആരെയോ തിരയുന്നതുപോലെ ദേവിയുടെ കണ്ണുകൾ ദ്രുതം സഞ്ചരിച്ചു. കുറ്റിശങ്കഴുതിയ കണ്ണുകളിൽ പാരസ്യം.
പതുക്ക കണ്ണോള് ചുകന്നു. മുള്ളെകിറുകൾ വിറച്ചു. പള്ളിവാൾ ആഞ്ഞു വീശിക്കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് ഭഗവതി അലറിപ്പാഞ്ഞു. ഹിയേ ഹിയേ. സൗമ്യമൂർത്തിയായ ഭഗവതി പൊടുന്നനെ ക്രൂരയും കുപിതയുമായി തീർന്നതു കണ്ട് ആളുകൾ അമ്പരന്നു. കക്ഷികളും കാരണവന്മാരും അന്താളിച്ചു. 9 ഇല്ലം 14 കഴകം 12 വീട്ടിലൂരാളന്മാരെ ഭഗവതി അലറി വിളിച്ചു. പകൽ വെളിച്ചത്തിൽ ഇരുട്ടുകൊണ്ടും ബാഷ്പം കൊണ്ടും എൻ്റെ പന്തലിൽ തോരണം തൂക്കിയതാരാണ് പൈതങ്ങളെ? ആർക്കും ഒന്നും മനസ്സിലായില്ല. ഭഗവതിയുടെ അസാധാരണമായ ഉറയലും ഉരിയാടലും തെളിഞ്ഞില്ല. എന്തോ പിഴവുണ്ടായെന്ന് കരുതി കർമ്മികൾ ഭയന്നു. ഉറയൂരിയ രൗദ്രഭാവത്തോടെ ഭഗവതി പള്ളിയറയുടെ പടികൾ ചാടിക്കയറി. എണ്ണക്കുംഭവുമായി നിന്ന് വാണിയ നായകനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിലകൊണ്ട് ചോദിച്ചു. എൻ്റെ തീക്കുണ്ടത്തിൽ ഒഴിപ്പാനുള്ള തുത്ത് അല്ലേ വാണിയ നായകൻ? എൻ്റെ ചൊല്ലിൻ്റെ പൊരുൾ ചേറിക്കിട്ടിയില്ല അല്ലേ? മുച്ചിലോട്ട് വാണിയന് ദേഹം ആസകലം വിറച്ചു. വരണ്ട നാവ് തൊണ്ടയിലൂടെ ഉരുണ്ടിറങ്ങുന്നു. പൊടുന്നനെ ശബ്ദത്തിൻ്റെ അലർച്ച നിർത്തി ഉൾവേദനയുടെ സ്പർശത്തോടെ ഭഗവതി ചോദിച്ചു. എവിടെ എൻ്റെ അന്തിത്തിരിയൻ? മനുഷ്യങ്ങളെ, എവിടെ എൻ്റെ അന്തിത്തിരിയൻ? പള്ളിയറ മുറ്റത്തേക്ക് ചാടിക്കയറി വാൾ വീശി ആകാശത്തെ വെട്ടിപ്പിളർന്ന് ഭഗവതി വീണ്ടും ആക്രോശിച്ചു. ഈ പന്തലിൽ നിറയെ ബാഷ്പം കൊണ്ടും ഇരുട്ടുകൊണ്ടും തോരണം തൂക്കിയതാരാണ് മനുഷ്യങ്ങളെ? എവിടെ എൻ്റെ അന്തിത്തിരിയൻ? വാണിനായകന്റെ മുഖം താണു. കാരണവന്മാരുടെ മുഖം താണു. കേട്ടവരെല്ലാം മുഖം താഴ്ത്തി. മുച്ചിലോട്ടമ്മയുടെ തിരുമംഗല്യത്തിന് താലിയുമായി വരേണ്ടത് കുഞ്ഞാപ്പു അന്തിത്തിരിയനാണ്. എന്നാൽ കുഞ്ഞാപ്പു സ്ഥലകാലബോധമില്ലാതെ മിണ്ടാട്ടമില്ലാതെ വീട്ടിലിരുപ്പാണ്. പകരം കനാവൂര് മുച്ചിലോട്ടെ അന്തിത്തിരിയനാണ്. തിരുമംഗല്യത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പ്രാശ്നികൻ സമയം നിശ്ചയിച്ചു. വെളുത്ത ചരടിൽ കോർത്ത മിന്നുമായി കനാവൂരിലെ അന്തിത്തിരിയൻ മുന്നോട്ട് വന്നു. എന്നാൽ മുച്ചിലോട്ടമ്മയെ പീഠം കല്ലിലിരുത്താനുള്ള കർമ്മികളുടെ ശ്രമം പാഴായി. വീണ്ടും ശ്രമത്തിൻ്റെ ആരംഭം കണ്ടപ്പോൾ ദീപശക്കോല് വീശി കത്തിച്ച് മുച്ചിലോട്ടമ്മ ചോദിച്ചു. കനാവൂരിലെ അന്തിത്തിരിയൻ വാലായ്മയില്ലാത്തവനാണോ മനുഷ്യങ്ങളെ? ഒറ്റ ചോദ്യത്തോടെ കർമ്മികളുടെ മുഖത്തെ ശേഷിച്ച ചോരയത്രയും വാർന്നുപോയി. സ്വർണത്താലിയുമായി നിന്ന അന്തിത്തിരിയൻ്റെ തൊണ്ടയടഞ്ഞു. അന്തിത്തിരിയൻ താലിയുമായി വരുമ്പോൾ വാലായ്മയുണ്ടെന്ന് ആരെങ്കിലും വിളിച്ചു പറയുകയും ഭഗവതിയുടെ താലികെട്ട് മുടങ്ങുകയുമാണ് ചടങ്ങ്. ഭഗവതിയുടെ ആട്ടവും ചൊല്ലും തങ്ങളുടെ പിടിയിൽ നിന്നും വഴുതി നിൽക്കുകയാണെന്ന ബോധം കർമ്മികളെ ഭയചകിതരാക്കി. എന്തു വേണ്ടു എന്നറിയാതെ അവർ കൂട്ടം ചേർന്ന് മരവിച്ചു നിന്നു. ചോര തിളയ്ക്കുന്ന കണ്ണുകളോടെ മുച്ചിലോട്ടമ്മ വീണ്ടും ഉറഞ്ഞു വന്നു. എൻ്റെ അന്തിത്തിരിയനില്ലാതെ ഈ അലങ്കാരങ്ങൾ എനിക്കെന്തിനു മനുഷ്യങ്ങളെ? ബാഷ്പം കൊണ്ടും അന്തി കൊണ്ടും തോരണം തൂക്കിയ ഈ പന്തലിൽ മുച്ചിലോട്ട് നായകന്മാരെ എനിക്കെന്തിനീ മംഗല്യം? ഉറഞ്ഞു നിന്ന ഭഗവതി ഒരു മുൻസൂചനയും നൽകാതെ പൊടുന്നനെ ആൾക്കൂട്ടത്തിലൂടെ ഓടി. ആളുകൾ 4 ഭാഗത്തേക്കും പാഞ്ഞു. എങ്ങോട്ടാണ് ഭഗവതി മിന്നലിന്റെ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. കലവറയുടെയും ഊട്ടുപുരയുടെയും പിന്നിലുള്ള നടവഴിയിലൂടെ ഭഗവതി വടക്കോട്ടു പാഞ്ഞു. 4-5 വീടുകൾക്കപ്പുറത്ത് മുളിമേഞ്ഞ ഒരു വീട്ടിൻമുറ്റത്ത് ഭഗവതി കിതപ്പമർത്തി നിന്നു. ഹിയേ ഹിയേ. അന്തിത്തിരിയൻ കുഞ്ഞാപ്പുവിൻ്റെ വീടിന്റെ മൺതിട്ടയിൽ കുഞ്ഞാപ്പു തുറിച്ച കണ്ണുകളോടെ വായ പിളർന്നിരുന്നു. ഇത്രയും കാലം മനസ്സിൽ ആരാധിച്ച മുച്ചിലോട്ടമ്മ തൻ്റെ മുമ്പിൽ തിരുമുടിയോടെ പ്രത്യക്ഷമായിട്ടും കുഞ്ഞാപ്പു തിരിച്ചറിഞ്ഞില്ല. ഭഗവതിയെ കുഞ്ഞാപ്പു തുറിച്ചു നോക്കി. ക്രോധമൂർത്തിയായി അലറിപ്പാഞ്ഞു വന്ന ഭഗവതി അന്തിത്തിരിയൻ തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന വേദനയിൽ പൊടുന്നനെ തളർന്നു. കയ്യിൽ നിന്നും ദീപശക്കോൽ മുറ്റത്തേക്ക് ഊരി വീണു. നെഞ്ചിന്റെ ഒരു ഭാഗം കൊടുന്തീയിൽ കത്തിപ്പടരുന്നതുപോലെ പട്ടുവിരിച്ച പീഠത്തിന് കാത്തു നിൽക്കാതെ ഭഗവതി മുറ്റത്തിന്റെ വെറും പിണിയിലിരുന്നു പോയി. നിറഞ്ഞൊഴുകുമോ എന്ന് വിചാരിച്ച് ആ ഇരിപ്പിൽ ഭഗവതി കണ്ണുകൾ ഇറുക്കി അടച്ചു. അപ്പോൾ പതുക്കെ ഉൾക്കണ്ണു മിഴിഞ്ഞു. അതിൽ അന്തിത്തിരിയൻ കുഞ്ഞാപ്പുവിന്റെ ഭൂതകാലം മിഴിവോടെ തെളിഞ്ഞു. നേരം പുലരാൻ ഒരുപാട് നേരമുള്ളപ്പോൾ ഒരു ദിവസം നല്ല ഒരു ഓലച്ചൂട്ടുകെട്ടി
അന്തിതിരിയൻ കുഞ്ഞാപ്പു വണ്ടി ആഫീസിലേക്ക് നടക്കുകയാണ്. പിന്നിൽ അങ്ങ് നഗരത്തിലേക്ക് പരീക്ഷ എഴുതാൻ പുറപ്പെട്ട മകൾ. തോളിൽ തൂക്കിയ സഞ്ചിയിൽ വഴിച്ചോറ്, മഷിപ്പേനകൾ. വഴങ്ങാൻ മടിയുള്ള കാലുകളുടെ വേദന മകളെ അറിയിക്കാതെ അച്ഛൻ പറഞ്ഞു, വേഗം നടന്ന മോളെ, നേരം പെയ്തോണ്ട. മകൾ അച്ഛനോടൊപ്പം മഞ്ഞു വീണ നനഞ്ഞ വയൽവരമ്പിലൂടെ ധൃതി പിടിച്ചു. നമുക്ക് വണ്ടി കിട്ടാണ്ടിരിക്കൂ അച്ഛാ? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. നഗരത്തിലേക്ക് വേറൊന്നും ഓടുന്നില്ലാത്രേ. ഈ വണ്ടി കിട്ടാണ്ടിരുന്നാല്? കുഞ്ഞാപ്പുവിൻ്റെ മിടുക്കിയായ ഏക മകൾ ഒരു ജോലി സ്വപ്നം കണ്ട് രാവും പകലും ഊതിക്കാച്ചിയെടുത്ത പൊന്നുപോലെ ഉത്തരങ്ങൾ മനസ്സിൻ്റെ പളുങ്കുപാത്രത്തിൽ നിറച്ച് അച്ഛന് പിന്നാലെ പ്രസരിപ്പോടെ നടന്നു. പൊടുന്നനെ വഴുക്കുന്ന ഒരു വരമ്പിൽ നിന്നും കാലുരുതി അവൾ ഒരാൾ താഴ്ചയുള്ള പുഞ്ചപ്പാടത്തിലേക്ക്. എൻ്റെ മൂച്ചിലോട്ടമ്മേ! കുഞ്ഞാപ്പു ഉള്ളു നൊന്ത് ഭഗവതിയെ വിളിച്ചു. നീ കാത്തോളണേ. കുഞ്ഞാപ്പു മകളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വരമ്പിൽ ഇരുത്തി. വരമ്പിൽ അവൾക്കടുത്തായി ചൂട്ടുവെച്ച് കുഞ്ഞാപ്പു കണ്ടത്തിലിറങ്ങി ചളിയിൽ നിന്നും സഞ്ചി പരതിയെടുത്തു. സഞ്ചിയിൽ നിന്നും തെറിച്ചുപോയ മഷിപ്പേനകളും വഴിച്ചോറും ചളിയിൽ നനഞ്ഞു കുതിർന്നിരുന്നു. മകളെ എണീപ്പിച്ചു നിർത്തി അച്ഛൻ അവളുടെ നനഞ്ഞ പാവാട പിഴിഞ്ഞുകൊടുത്തു. എങ്ങു നിന്നോ ഒരു തണുത്ത കാറ്റ് വന്ന് അവരെ സ്പർശിച്ച് ചുറ്റി നിന്നു. നിനക്ക് നൊന്തോ മോളെ? ഇല്ല അച്ഛാ, ആശ്വാസത്തോടെ അവൾ പറഞ്ഞു. പേന നഷ്ടപ്പെടുമോ എന്നായിരുന്നു എൻ്റെ പേടി. ചൂട്ട് വീശി കത്തിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചപ്പോൾ തണുത്ത കാറ്റ് വീശി. അച്ഛൻ ചോദിച്ചു, നിനക്ക് കുളിരുന്നുണ്ടോ? ആകെ നനഞ്ഞില്ലേ അച്ഛാ? മുച്ചിലോട്ടമ്മയുടെ ഉള്ളു ധരിച്ചു. വേദന നിറഞ്ഞ മുലകൾ വിങ്ങുന്ന നെഞ്ച് തുരക്കുന്ന ഒരു നിലവിളി അറിഞ്ഞ് ഇറുകിയടച്ച കണ്ണുകൾ മുച്ചിലോട്ടമ്മ തുറന്നു. ആൾക്കൂട്ടത്തെ മുറിച്ചു മാറ്റി ഒരു പെണ്ണ് കരച്ചിലോടെ മുറ്റത്തേക്ക് വരികയാണ്. തിരിച്ചറിയാം, കുഞ്ഞാപ്പുവിൻ്റെ ഭാര്യയാണ്. തൻ്റെ മൺമുറ്റത്ത് വെറും പിണിയിൽ കുന്തിച്ചിരിക്കുന്ന ഭഗവതിയെ കണ്ടിട്ടും വിശ്വാസം വരാതെ മിഴിച്ചു നോക്കി. ബോധം വന്നപ്പോൾ അവൾ രണ്ടടി പിന്നോക്കം നിന്നു. ഭഗവതിയെ തുറിച്ചു നോക്കുന്ന ഭർത്താവിനെയും ഭഗവതിയുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളും തൻ്റെ മുറ്റത്ത് അന്തിച്ചു നിൽക്കുന്ന ആൾക്കൂട്ടവും അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒതുക്കി വെച്ച എല്ലാ വിഷമവും അണപൊട്ടി അവൾ നിലത്ത് വീണുരുണ്ടു കരഞ്ഞു. എൻ്റെ കിടാവിനെ കൊണ്ടോയില്ലേ മുച്ചിലോട്ടമ്മേ? എൻ്റെ ഓന് ഊരും പേരും ഇല്ലാണ്ടായിപ്പോയില്ലേ? കയറിട്ട് എന്നെ എടുത്തോളണേ ഭഗവതി. ഈ നഞ്ച് തിന്ന എനിക്ക് കയ്യേ. ആണും പെണ്ണുമായുള്ള ഒരേ തരി നഷ്ടപ്പെട്ട അമ്മയുടെ നെഞ്ചിലേറ്റി ഭർത്താവ് തന്നെ പോലും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന കത്തൽ ഇത്രയും തൻ്റെ മുന്നിൽ വീണുരുണ്ട് ശമിപ്പിക്കുന്ന മാതാവിൻ്റെ വ്യഥ മുച്ചിലോട്ടമ്മയുടെ നെഞ്ചു കീറി. ആൾക്കൂട്ടം നിയന്ത്രണങ്ങളുടെ വേലി പൊളിച്ചു. എങ്ങും തിക്കും തിരക്കുമായി. അപ്പോഴേക്കും കർമ്മികളും കാരണവന്മാരും വണ്ണാന്മാരും ഓടിയെത്തിയിരുന്നു. പട്ടുവിരിച്ച പീഠത്തിൽ ഭഗവതിയെ ഇരുത്താനുള്ള ശ്രമം പാഴായി. ആരുടെയും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാതെ തെയ്യച്ചടങ്ങുകളെല്ലാം വിസ്മരിച്ച് കരുണാമൂർത്തിയായ മുച്ചിലോട്ടമ്മ ആ മൺവരമ്പിൽ തന്നെ ഇരുന്നു. ദേഹം കുളിരുന്നതായി മുച്ചിലോട്ടമ്മയ്ക്ക് തോന്നി. എങ്ങു നിന്നോ തണുത്ത കാറ്റ് വന്നു പതുക്കെ സ്പർശിക്കുന്നു. മുച്ചിലോട്ടമ്മ പതുക്കെ കണ്ണുകൾ അടച്ചു. ഉൾമിഴി വീണ്ടും വീഴ്ചപ്പോൾ വൻനഗരത്തിലെ വണ്ടി ആഫീസിൽ വന്നിറങ്ങിയ കുഞ്ഞാപ്പുവും മകളും. നഗരത്തിലേക്കുള്ള വഴികൾ ഏറെക്കുറെ വിജനമായിരുന്നു. വഴിയിൽ കണ്ടവർ അവരുടെ യാത്രയെ വിലക്കി. നഗരത്തിൻ്റെ കൂടുതൽ ഉള്ളിലോട്ട് പോകുന്നത് അപകടമാണ്. എന്നിട്ടും പിന്തിരിയാതെ അവർ നടന്നു. മുച്ചിലോട്ട് നിന്നും പരീക്ഷ എഴുതാൻ വന്ന കന്യകയെയും ഒരു വൃദ്ധനെയും ആരും ഒന്നും ചെയ്യില്ലെന്ന് മകൾ അച്ഛനെ ധൈര്യപ്പെടുത്തി. വിജനമായ വഴിയിലൂടെ കുറച്ചു നേരം നടന്നപ്പോൾ അവർക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ നടന്നും പാഞ്ഞും വരുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരൻ അവരെ ഒരു ചായപ്പിൻ്റെ ആൾമറയിലേക്ക് കൊണ്ടുപോയി. 4-5 ദിവസം മുമ്പ് ഉടുമുണ്ട് ഒഴിച്ച് അവനെ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കലാപകാരികൾ വീട് കത്തിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് കഴുക്കോലു പോലെ ഊരി രക്ഷപ്പെട്ടവൻ ഉമ്മയും പെങ്ങന്മാരും ജീവനോടെ വെന്തെരിഞ്ഞതിൻ്റെ മണം എപ്പോഴും മൂക്കിലുണ്ട്. തൻ്റെ കഥ പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ ഒരിക്കൽ പോലും നനഞ്ഞില്ല. വികാരം വാർന്നു പോയ നിശ്ചലമായ കണ്ണുകൾ കുഞ്ഞാപ്പു കണ്ടു. കൈകാലുകളിൽ വെന്തുകൊള്ളിയ പാടുകൾ. ചെറുപ്പക്കാരൻ അവരുടെ യാത്രയെ തടഞ്ഞു. ഇനിയും ഉള്ളിലോട്ട് പോകരുത്. നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകൂ. ഇനി ഒരു പരീക്ഷയും നടക്കലുണ്ടാവില്ല. മകൾ വേദനയോടെ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കി.
പരീക്ഷ മാറ്റി വെക്കില്ല എന്ന് 2 തവണ റിമൈൻഡർ വന്നിരുന്നു, അവൾ പറഞ്ഞു. പരിഹാസച്ചിരിയോടെ പോകാൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. എന്ത് പരീക്ഷയാണ് പെങ്ങളെ? പിടിപാടുള്ളവര് വീതിച്ചെടുത്ത ശേഷം നടത്തുന്ന ഒരു ചടങ്ങല്ല പെങ്ങളെ. അച്ഛനെ വിളിച്ച് മുച്ചിലോട്ടയ്ക്ക് എന്നെ വേഗം തിരിച്ചു പോകൂ. ചെറുപ്പക്കാരൻ അപ്രത്യക്ഷനായി. ചായ്പിൽ അവർ കുറേ നേരം നിന്നു. ചെറുപ്പക്കാരൻ്റെ മനസ്സ് അവരുടെ യാത്രയുടെ ഒഴുക്കിന് മുന്നിൽ വാഴത്തട പോലെ തടസ്സം നിന്നു. പിന്നെ ഒരു കുത്തൊഴുക്കിൽ അതും ഒഴുകിപ്പോയി. പ്രതീക്ഷയുടെ അദൃശ്യമായ ഏതോ പൊൻകസവ് പിടിച്ച് കുഞ്ഞാപ്പുവും മകളും വിജനമായ തെരുവിലൂടെ തിളച്ചു മറിയുന്ന വെയിലിൽ നടന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു. പലയിടത്തും കൊള്ളയടിക്കപ്പെട്ട കടകളിൽ നിന്നും വാരി വലിച്ചിട്ട സാധനങ്ങൾ തെരുവിൽ പുകയുന്നുണ്ടായിരുന്നു. കലാപത്തിൻ്റെ നിശബ്ദതയും ഭയാനകതയും പതുക്കെ തെരുവിൽ വന്ന് നിറയുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ഉള്ളു നിറയുന്ന പേടി പരസ്പരം അറിയിക്കാതെ അന്തിതിരിയനും മകളും നടന്നു. അപ്പോഴാണ് അച്ഛൻ കണ്ടത്. പ്രയാസത്തോടെ പറഞ്ഞു, നിന്റെ പാവാടയിൽ അപ്പടി ചെളിയാണല്ലോ മോളെ, കുപ്പായത്തിലും. ഓ, അത് സാരില്ല അച്ഛ. വാക്കുകളിൽ ഒട്ടും നൊമ്പരമില്ലാതെ എന്നാൽ ലേശം പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അച്ഛൻ്റെ മുണ്ടിലും കുപ്പായത്തിലും രാവിലത്തെ ചെളിയുണ്ട്. വിജനമായ വഴിച്ചുമരുകൾ നിറഞ്ഞു നിന്ന പ്രസ്താവനകളും പ്രതിഷേധങ്ങളും വാഗ്ദാനങ്ങളും ആ യാത്രയെ ആസ്വദിച്ചു. പരിഹാസത്തിൻ്റെ ഉച്ചവേലിൽ അവർ വിയർത്തു നനഞ്ഞു. പൊടുന്നനെ എങ്ങു നിന്നെന്നറിയില്ല. ഒരു സംഘം അക്രമികൾ നാൽക്കവലയിൽ പ്രത്യക്ഷപ്പെട്ടു. ആർപ്പുവിളിയോടെ അവർ വൃദ്ധനെയും മകളെയും സ്വീകരിച്ചു. തടിയനായ ഒരു കൊമ്പൻ മീശക്കാരനായിരുന്നു സംഘത്തിൻ്റെ നേതാവ്. കയ്യിലിരുന്ന വലിയ വാക്കത്തി കൊണ്ട് പുറം ചൊറിഞ്ഞ് അയാൾ മുന്നോട്ട് വന്നു. അയാൾ കുപ്പായമിട്ടിരുന്നില്ല. എങ്ങോട്ടാ കാർന്നോരെ ഈ നട്ടുച്ചയ്ക്ക് ചരക്കിനെയും കൊണ്ട്? പെട്ടെന്ന് പുറത്തു ചാടാൻ തുടങ്ങിയ ഉൾക്കിടിലത്തെ നിയന്ത്രിച്ച് അന്തിതിരിയൻ പറഞ്ഞു. എൻ്റെ മോളാണ്, മോഡൽ സ്കൂളിലേക്ക്. പരീക്ഷയെന്ന് കേട്ടതേയുള്ളൂ. അക്രമികൾ തലയറഞ്ഞു ചിരിച്ചു. പളുങ്കുപാത്രം തുളുമ്പി മറിയുന്നതായി മകൾക്ക് തോന്നി. ചിരി ഒതുങ്ങാൻ കാത്തുനിന്ന് വൃദ്ധൻ ചോദിച്ചു, മക്കളെ, ഞങ്ങൾ ഇനി പൊയ്ക്കോട്ടെ? തടിയൻ ഒരടി കൂടി മുന്നോട്ട് വന്നു. കാർന്നോരെ, ഞങ്ങൾ വിട്ടാൽ അടുത്ത കവലയിലെ മറ്റേ കൂട്ടരുണ്ട്. ഓരോ കവലയിലും ഓരോ സംഘമുണ്ട്, ഓരോ ജാതിക്കാരും ഓരോ പാർട്ടിക്കാരും. ഇത് കണ്ടോ? അയാൾ തൻ്റെ ചുവന്നു കറുത്ത കൈത്തലങ്ങൾ വരുത്തിക്കൊണ്ട് പറഞ്ഞു. ചോരയാണ്, ഉണങ്ങാത്ത ചോര. എത്ര നാളായെന്നറിയോ? കുഞ്ഞാപ്പു ഹസ്തപ്രജ്ഞനായി, ചെവി അടഞ്ഞവനായി, ദിക്കുകൾ തിരിയാത്തവനായി. ഒന്നു മാത്രം കുഞ്ഞാപ്പു കണ്ടു. മീശക്കാരൻ മകളുടെ അടുത്തേക്ക് നീങ്ങി വരുന്നു. ചുമലിൽ കൈവെക്കുന്നു. എന്നിട്ട് വിരലുകൾ കൊണ്ട് അവളുടെ മിനുസമുള്ള ചെവി തിരുമ്പുന്നു. പൊടുന്നനെ കുഞ്ഞാപ്പു നിലവിളിച്ചു, എൻ്റെ മുച്ചിലോട്ടമ്മേ, മൂച്ചിലോട്ടമ്മ. ആൾക്കൂട്ടത്തിൻ്റെ പൊട്ടിച്ചിരിയിൽ അന്തിതിരിയൻ്റെ കരച്ചിൽ മുങ്ങി. വായന്നു വിറച്ച മകളുടെ നിലവിളി തൊണ്ടയിൽ പിളർന്നു. ആ പിളർപ്പിൻ്റെ മുനയിൽ അവൾ നിന്നു. അവളുടെ സമീപത്തേക്ക് ഓടാൻ തുടങ്ങിയ കുഞ്ഞാപ്പുവിൻ്റെ കരണത്ത് ഇരുമ്പ് പോലുള്ള കൈപ്പടം ആഞ്ഞു വീണു. അതിൻ്റെ ശക്തിയിൽ കുഞ്ഞാപ്പുവിൻ്റെ വായ പിളർന്നുപോയി. കണ്ണുകൾ തുറിച്ചു. ഇങ്ങോട്ട് വാടി മുച്ചിലോട്ടമ്മേ. മീശക്കാരൻ അവളെ പിടിച്ചു വലിച്ചു. ഭീതിയോടെ അവൾ അനുസരിച്ചു. അടഞ്ഞ ക്ഷണം മീശക്കാരൻ അവളെ പിടിച്ചു വലിച്ചു. ഭീതിയോടെ അവൾ അനുസരിച്ചു. അടുത്ത ക്ഷണം അവൾ അയാളുടെ കാൽക്കൽ കുഴഞ്ഞു വീണു. ഒരു ഭയവും കാണിക്കാതെ അയാൾ മുച്ചിലോട്ടമ്മയെ തോളിൽ പിടിച്ചു പൊന്തിച്ച് ഒരു പീടിക തിണ്ണയിലേക്ക് കയറ്റി നിർത്തി. പഴത്തോല് കളയുന്ന ലാഘവത്തോടെ കൊമ്പൻ മീശക്കാരൻ അവളുടെ പാവാട ഊരി ആൾക്കൂട്ടത്തിലേക്ക് വീശി എറിഞ്ഞു. ആൾക്കൂട്ടം അതിൻ്റെ നേർക്ക് ചെന്നായ്ക്കളെ പോലെ ചാടി വീണു. അവളുടെ മേൽക്കുപ്പായം കുഞ്ഞാപ്പുവിൻ്റെ മൂർധാവിലാണ് വന്നു വീണത്. പിന്നാലെ നിലവിളിയുടെ ചീന്തിയ ഒരു പാതിയും. മൂർധാവിൽ വന്നു വീണ കുപ്പായത്തിൻ്റെ വിയർപ്പ് മണം കുഞ്ഞാപ്പു തിരിച്ചറിഞ്ഞു. അതോടെ കുഞ്ഞാപ്പുവിൻ്റെ മനസ്സ് തകിടം മറിഞ്ഞു. മകൾക്ക് 3.5 വയസ്സുണ്ടായിരുന്നപ്പോൾ ഉടുപ്പ് അഴിച്ച് കിണറ്റിൻ കരയിൽ നിർത്തി താൻ അവളെ വാസന സോപ്പ് തേച്ച് കുളിപ്പിച്ച ഓർമ്മ അയാൾക്കുണ്ടായി. അതിനും കുറേ മുൻപ് തൻ്റെ വളരെ ചെറുപ്പത്തിൽ അമ്മ തന്നെ മടിയിലിരുത്തി വായിൽ വെച്ചു തന്ന മീൻ കഷ്ണം പൊതിഞ്ഞ ഒരു ഉരുളച്ചോറിൻ്റെ സ്വാദ്. അതിനു മുന്നിലോട്ട് സഞ്ചരിക്കാനാവാതെ കുഞ്ഞാപ്പുവിൻ്റെ ഓർമ്മകൾ വഴിയടഞ്ഞു നിന്നു. പിറ്റേന്ന് കാലത്ത് ഗ്രാമത്തിലെ വണ്ടി ആപ്പീസിൽ വാ പിളർന്ന കണ്ണുകൾ തുറിച്ച അന്തിതിരിയൻ കുഞ്ഞാപ്പു വന്നിറങ്ങി. കൂടെ വാഴയിലയിൽ പൊതിഞ്ഞു കെട്ടിയ മകളുടെ മാംസം. കലാപത്തിൻ്റെ പ്രസാദം.
അസഹ്യമായ മനോവേദനയിൽ മുച്ചിലോട്ടമ്മ പിടഞ്ഞു. മുന്നിൽ വീണ്ടും പൊട്ടിക്കരച്ചിൽ ഉയരുന്നു. മുച്ചിലോട്ടമ്മ പതുക്കെ കണ്ണുകൾ തുറന്നു. അതേ കാഴ്ച. കുഞ്ഞാപ്പുവിൻ്റെ ഭാര്യ ഉരുണ്ടുമറിയുന്നു. എന്നെ എടുത്തോളണം മുച്ചിലോട്ടമ്മേ, എന്നെ എടുത്തോളണേ, ഈ നഞ്ചു തിന്നാൻ എനക്ക് കയ്യേ. 2 കൈകൾ കൊണ്ടും അവളുടെ വേദനയെ മുച്ചിലോട്ടമ്മ സ്പർശിച്ചു. അതോടെ നിലവിളി നിന്നു. പക്ഷേ തൻ്റെ ഉള്ളിൽ നിന്ന് ഒടുങ്ങാത്ത നിലവിളി ഉയരുന്നുവെന്ന് മുച്ചിലോട്ടമ്മയ്ക്ക് മനസ്സിലായി. ശരീരം മുഴുവൻ വേദനിക്കുന്നുവെന്നും അരക്കെട്ട് ചോരയിൽ കുതിരുന്നുവെന്നും അന്തിച്ചു നിന്ന ആയിരങ്ങളെ മുച്ചിലോട്ടമ്മ കണ്ടു. പിന്നെ വിചാരിച്ചു, ഹതാശയായി തന്നെ വിളിച്ചു കരയുന്ന ഇവളുടെ ഖേദം പോലും തീർക്കാൻ തനിക്ക് കഴിയാത്തതെന്ത്? മഹിഷാസുരമർദ്ദിനിയുടെ വീര്യവും രുദ്രന്റെ ദീപശക്കോലുമുള്ള താൻ എന്തിന് ആശയറ്റവളെ പോലെ ഈ മൺമുറ്റത്ത് പടിഞ്ഞിരിക്കുന്നു? ഭഗവതി ചാടി എണീറ്റു. പള്ളിവാളും ദീപശക്കോലും കൈക്കൊണ്ടു. വേദനയിൽ വലിയ വേദന പ്രസവ വേദനയാണെന്ന് ഉരിയാടിയപ്പോൾ ശാലയിൽ നിന്നും തന്നെ അപമാനിച്ചിറക്കിയവരോടുള്ള രോഷം ഭഗവതിയുടെ കണ്ണുകളിൽ കത്തിജ്വലിച്ചു. കൊടാനുകോടി ഗർഭപാത്രങ്ങളുടെ വീര്യം അത്രയും ഉൾക്കൊണ്ട് മുച്ചിലോട്ടമ്മ അന്തിതിരിയൻ്റെ തിരുമുറ്റത്ത് ഉറഞ്ഞാടി. ആകാശം വെട്ടിപ്പിളർന്നുകൊണ്ട് മുച്ചിലോട്ടു ഭഗവതി പള്ളിവാളുമായി അലർച്ചയോടെ ആൾക്കൂട്ടത്തിന് നേർക്കു പാഞ്ഞു. കർമ്മികളും കാരണവന്മാരും വെളിച്ചപ്പാടുകളും ഭയന്നു മാറി. തെയ്യത്തെ പിടിച്ചു നിർത്താൻ വരാതെ വണ്ണാന്മാർ പേടിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകിയും ഭയന്നു വിറച്ചുമിരുന്ന കർമ്മികളോട് ജനത്തിരക്കിലൂടെ ഓടി വന്ന മുച്ചിലോട്ടമ്മ ഹൃദയം പൊള്ളിയതുപോലെ ചോദിച്ചു, പൂവിടാൻ ഒരുക്കിയ എൻ്റെ ഓട്ടുമുറത്തിൽ ആരാണ് മനുഷ്യങ്ങളെ തീക്കനല് വാരിയിട്ടത്? ആൾക്കൂട്ടത്തിലൂടെ പാഞ്ഞു നടന്ന് മുച്ചിലോട്ടു ഭഗവതി ഉറഞ്ഞു തുള്ളി. ഭഗവതി എന്തൊക്കെ പറഞ്ഞുവെന്ന് ഞങ്ങൾക്ക് വ്യക്തമായില്ല. മനുഷ്യങ്ങളുടെ ഉൾബലമാണ് തൻ്റെ ബലമെന്ന് ഭഗവതി ആവർത്തിച്ചു. ആ പിടി നഷ്ടപ്പെട്ടതിൻ്റെ ഖേദവും അതിനാൽ അന്തിതിരിയൻ ഒരു താങ്ങ് പോലും നൽകാൻ കഴിയാത്തതിലുള്ള കുറ്റബോധവും ഉരിയാടലിൽ തെളിഞ്ഞു കത്തി. എല്ലാവരും ഉണർന്നിരിക്കണമെന്നും ഒരുങ്ങിയിരിക്കണമെന്നും ഭഗവതി വീണ്ടും വീണ്ടും അരുളി ചെയ്തു. നേർക്കാഴ്ച കാണാൻ വീണ്ടും ഒരു പോളക്കണ്ണും, നേർവഴി നടക്കാൻ ദീപശക്കോലും, നേർവഴി വെട്ടിപ്പിടിക്കാൻ വീണ്ടും ഒരു വെൺമഴുവുമായി താൻ ഉദിച്ചു വരുമെന്നും. വാണിയ നായകൻ എണ്ണ നിറച്ച തുത്ത് മുച്ചിലോട്ടമ്മയുടെ മൂർധാവിൽ ഒഴിക്കുന്നതു കണ്ടവരുണ്ട്. പിന്നെ ജനസഹസ്രങ്ങൾ അന്തിച്ചു നിൽക്കെ, കാരണവന്മാരും കർമ്മികളും അന്താളിച്ചു നിൽക്കെ പൊടുന്നനെ മുച്ചിലോട്ടമ്മ കൺമറഞ്ഞു. അതോടെ ആകെ പരിഭ്രാന്തിയായി. നട്ടുച്ച നേരത്തെ സൂര്യൻ അസ്തമിച്ചതുപോലെ. എങ്ങോട്ടാണ് മുച്ചിലോട്ട് ഭഗവതി പാഞ്ഞു പോയതെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിഞ്ഞില്ല. ജനക്കൂട്ടത്തിലൂടെ 4 ഭാഗത്തേക്കും ഭഗവതിയുടെ രക്തവർണമായ തിരോധാനം കണ്ടവരുണ്ട്. എങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാണ്. പരിഭ്രമത്തിനിടയിലും ഒരു നിധി പോലെ ഞങ്ങൾ സൂക്ഷിക്കുന്ന ആശ്വാസവും അതാണ്, മുച്ചിലോട്ടമ്മ തിരിച്ചു വരും. ശക്തി സ്വരൂപിണിയായി, അരിയും പൂവുമായി, പൂവിടാൻ ഓട്ടുമുറവുമായി, അന്ന് തിരുമുടിയുടെയും വിധാനത്തറയുടെയും നിഴലിൽ 12 വീട്ടിൽ ഒരാളർ മാത്രമല്ല, ഈ ഭൂമി മുഴുവൻ കുളിർമ നേടും.